അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനങ്ങളെ കേൾപ്പാനും അതനുസരിപ്പാനുമുള്ള കൃപ അടിയങ്ങൾക്ക് തരണമേ. അത് ഹാൻഡിൽ ചെയ്യുവാനുള്ള കർത്താവെ പ്രാപ്തിയും പ്രാഗൽഭ്യവും കർത്താവ് അടിയങ്ങൾക്ക് തരണമേ. തിരുവചനം എത്രയോ മാധുര്യമുള്ളതാണ്. തിരുവചനം അടിയങ്ങളുടെ അണ്ണാക്കിന് എത്ര മധുരമാണ്. ഹല്ലേലൂയ. അത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും ആ തിരുവചനങ്ങളെ അടിയങ്ങൾക്ക് ഈ പകൽ സമയം തന്ന് അടിയങ്ങളെ തൃപ്തരായി പറഞ്ഞയക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. മന്ന മനസ്സുകളിൽ ഉന്നതമാകുന്ന ബലത്തോടെ ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ വാക്കുകളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മൾ പതിവായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം ആണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. തുടർച്ചയായിട്ട് പറയുന്നത് കൊണ്ട് അത് ആത്മീകമല്ലെന്നോ ആത്മാവ് തന്നതല്ലെന്നോ ഉള്ളതാകുന്ന ധാരണയൊന്നും ആരുടെയും മനസ്സിൽ കയറി വരരുത് എന്നുള്ള കാര്യം വിശേഷാൽ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അത് 3 അധ്യായം കൂടെ ഒരു ദിവസം പ്രസംഗിപ്പാനും കഴിയും. പക്ഷെങ്കിൽ നമുക്കതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഈ സീരിയൽ വൈസ് ഉള്ളതാകുന്ന പ്രഭാഷണങ്ങൾ വി ആർ യൂസ്ഡ് ടു ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ തുടരുവാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു, അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കും. സ്തോത്രം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. Somebody read in English. Blessed are those who mourn, they shall be comforted. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഈ ആദ്യത്തെ ഭാഗമെന്നുള്ളത് ബിയാറ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷിൽ ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയും. കാരണം ബ്ലസ്സഡ് ബ്ലസ്സഡ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് കൊണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇവിടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പറയുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ കർത്താവ് പറയുന്നതാകുന്ന ദുഃഖം സാധാരണ ലോക ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്. കാരണം ആ വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെ, അതിൻ്റെ പശ്ചാത്തലം തന്നെ അത് വ്യക്തമാക്കുന്നു. മുകളിൽ ഇങ്ങനെ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അടുത്ത വാക്ക് കർത്താവ് പറയുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയവർ നിശ്ചയമായിട്ടും ഭാഗ്യവാന്മാർ. അത് അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. എന്നാൽ അതുമാത്രമല്ല, ഒരു പടിയൂടെ കടന്നിട്ട് ആ ആത്മാവിലുള്ള ദാരിദ്ര്യാവസ്ഥയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം, ആ പാപ്പരത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം, ആ ഒന്നുമില്ലായ്മയെക്കുറിച്ച് വ്യക്തമാകുന്ന ബോധ്യമുണ്ടായി കഴിഞ്ഞപ്പം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് കർത്താവ് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ ആരൊക്കെ എവിടെയെങ്കിലും ഒക്കെ വെറുതെ ദുഃഖിച്ചിരുന്നാൽ അവരെല്ലാം ഭാഗ്യവാന്മാരെന്നല്ല കർത്താവ് പറയുന്നത്. ദുഃഖം അതിൽ തന്നെ ഭാഗ്യമല്ല. ദുഃഖിക്കുന്നത്, സങ്കടങ്ങൾ ഉണ്ടാകുന്നത് അതിൽ തന്നെ ഒരിക്കലും അത് ഭാഗ്യമല്ല. അപ്പം അങ്ങനെയെങ്കിൽ യേശു കർത്താവ് പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് അതിനെ മനസ്സിലാക്കുന്നു. 2, അതിനെക്കുറിച്ച് മനസ്താപമുള്ള, അതിനെക്കുറിച്ച് അനുതാപമുള്ള, അതിനെ ഓർത്ത് കരയാൻ ഒരുക്കമുള്ളവരാണെന്ത്? ഭാഗ്യവാന്മാർ.
It is one thing to acknowledge and confess that we are poor in spirit. It is quite another to sorrow and mourn over our spiritual bankruptcy. ആത്മിക പാപ്പരത്വത്തെക്കുറിച്ച് അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് യേശുവിങ്കിലേക്ക് വരുന്നത്. എന്നാൽ വരുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നിലവിളിക്കുവാൻ കഴിയുന്ന, അതിനെക്കുറിച്ച് ദുഃഖിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. ഇതാ യേശു പറഞ്ഞത്. കർത്താവ് പറഞ്ഞ ആ ഉപമ അല്ലെങ്കിൽ ആ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. രണ്ടുപേര് പ്രാർത്ഥിപ്പാനായി സിനഗോഗിലേക്ക് പോയി, പള്ളിയിലേക്ക് പോയി. ഒരുവൻ പരീശനാണ്. അവൻ അവനോട് തന്നെ പറഞ്ഞു, അവനോട് തന്നെ പ്രാർത്ഥിച്ചു എന്ന് കർത്താവ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവന് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ അവന് നല്ല ബോധ്യമാണ്. എന്നാൽ അടുത്ത് ഒരു ചുങ്കക്കാരനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവനിങ്ങനെയാ പറയുന്നത്, സ്വർഗത്തിലോട്ട് നോക്കാൻ പോലും അവന് കഴിയത്തില്ല. അവൻ മാറത്തടിച്ചുകൊണ്ട്, ഓ ഹാവ് മേഴ്സി ഓൺ മീ എ സിന്നർ, പാപിയായ എന്നോട് കരുണ തോന്നണം. യേശു പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി. നോക്കുക, ദാരിദ്ര്യാവസ്ഥയെ മനസ്സിലാക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് വിലപിച്ച് കരയുവാൻ, ദുഃഖിപ്പാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. യേശു അതാണ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ആ കിങ്ഡം പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗരാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ ആ തത്വത്തെക്കുറിച്ച്, നിബന്ധനകളെ കുറിച്ച് പറയുമ്പോൾ ഓരോ പടിയായിട്ട് കർത്താവ് അതിനെ വിവരിക്കുകയാണ്. ഒരു ശിഷ്യന്റെ സ്വഭാവ സവിശേഷതകളുടെ ഡിഫറെന്റ് ഫാസറ്റ്സ് ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ നേച്ചർ ഓഫ് ദ ഡിസൈപ്പിൾ, ഒരു ശിഷ്യന്റെ സ്വഭാവ സവിശേഷതയുടെ ബഹുമുഖത്വത്തെ കുറിച്ചാണ്. ബഹുമുഖത്വം എന്ന് പറഞ്ഞാൽ അവന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് അവൻ അറിയാം, ഒന്ന്. രണ്ട്, അവന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് അറിയുക മാത്രമല്ല, അതിനെക്കുറിച്ച് അവൻ ദുഃഖിക്കുക. സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ അല്പം വിശദമായിട്ട്, ഇന്ന് നിങ്ങൾ എനിക്ക് ധാരാളം സമയം തന്നിട്ടുണ്ട്, താങ്ക് യു ഫോർ ദാറ്റ്. അതിനെക്കുറിച്ച് ശാന്തമായിട്ട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശാന്തമായിട്ട് പറയട്ടെ. അപ്പോൾ ആ കാര്യങ്ങൾ ഗ്രഹിപ്പാനായി കഴിയുന്നുണ്ട്. ഒരു പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് പഠന രീതിയിൽ മുൻപോട്ട് പോകാനാണ് ഇന്ന് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. യേശു കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, വിശേഷിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ വിഷയം സുവിശേഷകനാകുന്ന ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അത് ലൂക്കോസിന്റെ സുവിശേഷം 6:25. ഓക്കെ, വായിച്ചു. 6:25. നോക്കുക, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് മാത്രമല്ല അവിടെ കർത്താവ് പറഞ്ഞത്, അല്ലെങ്കിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പൊ ചിരിക്കുന്ന നിങ്ങൾ എന്തോ ചെയ്യും? കരയാൻ പോവുക. ശ്രദ്ധിക്കണേ. ഇപ്പൊ ചിരിച്ചോ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? കരയാൻ പോവുകയാണ്. എന്നാൽ ഇപ്പൊ കരയാനുള്ള സന്ദർഭമാണ്. ഒരു വാക്കുകൂടെ ഞാൻ മുൻപോട്ട് കടന്നു പറയട്ടെ, ദയവായി ശ്രദ്ധിക്കണം. അത് പിന്നീട് നമ്മൾ പഠിക്കും. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിനക്കും വേറൊരുത്തനും കൂടെ ഒരു 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 പ്രശ്നമുണ്ട്. നീ അത് തീർക്കാനായിട്ട് ന്യായാധിപന്റെ അടുത്തോട്ട് പോകുകയാണ്. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ബെറ്റർ, നല്ല കാര്യം ഞാൻ പറയാം, നീ ന്യായാധിപന്റെ അവിടെ ചെന്നിട്ട് ഒടുവിൽ നിനക്കെതിരായിട്ട് ശിക്ഷ വിധിച്ചേച്ച് നിന്നെ പിടിച്ച് ജയിലിടുന്നതിനേക്കാളും നല്ലത് നീ ഇപ്പൊ എന്ത് ചെയ്യണം? ഈ വഴിയിൽ ഉള്ളപ്പോ തന്നെ അവനുമായിട്ടങ്ങ് നിരന്നോണം. ശ്രദ്ധിക്കണേ, യേശു പറഞ്ഞ ഇതാ, ഈ വഴിയെന്ന് പറഞ്ഞത്
ഏത് സന്ദർഭമാണെന്നറിയോ? വഴിയിലുള്ളപ്പോൾ തന്നെ നിരന്നോണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വഴിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയമാ വഴി. ഇതെപ്പോ തീരുമെന്ന് പറയാനൊക്കെയല്ല. ഈ ശ്വാസം നിശ്വസിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ അടുത്ത നിമിഷമാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വഴി പെട്ടെന്ന് തീരും. വഴിയിൽ വെച്ച് തന്നെ നീ എന്ത് ചെയ്യണം? നിരന്നോണം. അങ്ങനെയെങ്കിൽ ഇപ്പോഴാകുന്നു ദുഃഖിക്കുവാനും വിലപിക്കുവാനുമുള്ള സമയം. അങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? സന്തോഷിക്കും. നേരെ മറിച്ച് ഇപ്പൊ ഈ വഴിയിൽ വെച്ച് നീ സന്തോഷിപ്പാനും ഉല്ലസിപ്പാനും ഭയങ്കരമാകുന്ന സന്തോഷം നൽകുന്ന പല കാര്യങ്ങളിൽ ഇൻഡൾജ് ചെയ്തുകൊണ്ട് നീ ആയിരിക്കുകയും ചെയ്താൽ വഴി പെട്ടെന്ന് തീരും, നീ കരയാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പൊ ചിരിക്കുന്നവരാകുന്ന നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുകയാ? കരയാൻ പോകുകയാ. ശ്രദ്ധിക്കണമേ, അതാണ് യേശു പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. യേശു കർത്താവ് പല സന്ദർഭങ്ങളിലും താൻ കരഞ്ഞതായിട്ട്, കണ്ണുനീർ വാർത്തതായിട്ട് എഴുതിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, താൻ അത്ഭുതങ്ങൾ ചെയ്ത, അടയാളങ്ങൾ ചെയ്തതാകുന്ന ഒത്തിരി പട്ടണങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവ് വിലപിച്ചു. അയ്യോ, നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിലും ഗൊമോറായിലും നടന്നിരുന്നു എങ്കിൽ അവരെന്നേ മാനസാന്തരപ്പെടുമായിരുന്നു. യെരുശലേമിനെ കണ്ടുകൊണ്ട് യേശു വിലപിച്ചു. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കല്ലെറിയുകയും എന്ന് വേണ്ട, യെരുശലേമിനെ കുറിച്ചുള്ളതാകുന്ന അവസ്ഥയെ അതിനെ കർത്താവ് കണ്ടു കഴിഞ്ഞപ്പോൾ നിന്നെ പല പ്രാവശ്യം ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെങ്കിൽ നിനക്കെന്തില്ല? മനസ്സല്ല. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ആത്മീക പുരോഗതിയുടെ തടസ്സം ദൈവത്തിന്റെ കൃപ അവൈലബിൾ അല്ലാത്തതല്ല. നാം ആത്മീകരാകാത്തതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവം സകലവും തന്നേക്കുകയാണ്. ദൈവത്തിന്റെ കൃപ നമുക്ക് തന്നേക്കുകയാണ്. യേശു കർത്താവ് എന്തോ അവിടുന്ന് നിശ്ചയമായിട്ടും ചിരിച്ചു കാണും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഒക്കെ അടുക്കൽ വരുത്തിയപ്പോൾ അവരെ അനുഗ്രഹിച്ച സന്ദർഭത്തിലും കർത്താവ് ചിരിച്ചു കാണും. പക്ഷെ സുവിശേഷത്തിലൊന്നും അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരെ മറിച്ച് കരഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് യേശു കർത്താവിന്റെ വാക്കിൽ സന്തോഷത്തിമിർപ്പിന്റെ ജീവിതമല്ല. എനിക്കറിയാം, അത് ഞാൻ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. പൗലോസ് പറഞ്ഞല്ലോ, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. എന്നാൽ ആ സന്തോഷം ലോകത്തിന്റെ സന്തോഷമല്ല. പിന്നെയോ ആ സന്തോഷം കർത്താവിലുള്ള സന്തോഷമാണ്. കർത്താവിലുള്ള സന്തോഷം എന്തെന്നാൽ പാപക്ഷമ ലഭിച്ചതിന്റെ സന്തോഷം, മാനസാന്തരപ്പെട്ടതിന്റെ സന്തോഷം. കർത്താവ് എന്നോട് എന്റെ പാപങ്ങളെ ക്ഷമിച്ചല്ലോ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴുള്ള സന്തോഷമാണ് പൗലോസ് പറഞ്ഞ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ സന്തോഷം. അപ്പോൾ യഥാർത്ഥ സന്തോഷം ക്രിസ്തീയ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുന്നത് വാസ്തവമായി ദുഃഖിക്കാൻ കഴിയുന്നവർക്കേ അത് കഴിയത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനം വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ദുഃഖിക്കേണ്ട, കരയേണ്ട ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം ഒന്ന് വായിക്കാൻ പെട്ടെന്ന്
119 സങ്കീർത്തനം അതിൻ്റെ 136 വാക്യം ദയവായിട്ട് ഒന്ന് വായിക്കണം. സാം നമ്പർ 119. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായ്ക കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന്. ഈ സങ്കീർത്തനം എഴുതിയ വ്യക്തി അവൻ വളരെ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഒത്തിരി പേർ അവന് വിരോധമായിട്ടുണ്ട്. സുഖകരമാകുന്ന ഒരു അവസ്ഥയിലല്ല ഈ വ്യക്തി കടന്നു പോകുന്നത്. എന്നാൽ തൻ്റെ കഷ്ടങ്ങളെക്കാളും തൻ്റെ ദുഃഖങ്ങളെക്കാളും തൻ്റെ പ്രയാസങ്ങളെക്കാളും ഈ ഭക്തന്റെ വിഷയം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദിസ് ഷുഡ് കോസ് us കൺസേൺ. നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രശ്നം, നമ്മൾ സന്തോഷിക്കേണ്ടിടത്ത് കരയും, കരയേണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? സന്തോഷിക്കും. യേശു കർത്താവ് അത് താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 5-ാം അധ്യായം തന്നെ അതിൻ്റെ 10 മുതൽ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വായിക്കണ്ട, അവിടെ പറയുന്നുണ്ട്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പിന്നെ അടുത്ത വാക്യം, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അടുത്ത വാക്യം, നോക്കുക, നമുക്കിത് ചെയ്യാൻ കഴിയും. നമ്മളെക്കുറിച്ച് കളവായിട്ട് തിന്മ പറയുമ്പം സന്തോഷിപ്പാനല്ല, ദുഃഖിക്കാനുമല്ല, ചിലപ്പം അതിനേക്കാളും വലിയത് അങ്ങോട്ട് പറയാനുള്ള ചിന്തയാ മനസ്സിൽ വരുന്നത്. പിന്നെ മാക്സിമം പറയാൻ ഒക്കത്തില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് ദുഃഖിച്ചെന്ന് വരും. കാരണം പലരും ഈ പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ തന്നെയും പോലീസുകാരൻ വന്ന് ലൈസൻസ് ചോദിക്കുമ്പോൾ എന്തോ ഇല്ല, ഒരു ദേഷ്യമില്ല. നോക്കുക, അപ്പം മാക്സിമം നമ്മൾ ചെയ്യുന്നത് സന്തോഷിക്കുകയല്ല, വേണമെന്നുണ്ടെങ്കിൽ കരയാതിരുന്നെന്ന് വന്നേക്കാം. എന്നാൽ യേശു കർത്താവ് പറഞ്ഞാൽ അങ്ങനെയല്ല. സകല തിന്മയും നിങ്ങളെക്കുറിച്ച് കളവായി പറയുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. എന്നാൽ ഈ മസാല കേട്ട് കഴിഞ്ഞാൽ എന്നോ സന്തോഷമാണെന്നറിയോ? ടെലിഫോണിൽ കൂടെയോ അല്ലാതെയോ എന്ന് വേണ്ട, പത്രമാസികകളിലോ ദൈവനാമം ദുഷിക്കപ്പെടുന്ന നിലയിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. എന്നാൽ മനസ്സിലാകുന്നില്ല, വാസ്തവത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ കരയുകയാണ് വേണ്ടത്. കർത്താവേ, നിന്റെ നാമം ദുഷിക്കപ്പെടുന്നല്ലോ. കർത്താവേ, നിന്റെ വചനം അനുസരിക്കപ്പെടുന്നില്ലല്ലോ. കർത്താവേ, നിന്റെ വചനത്തിന് വേണ്ട പ്രാധാന്യം ഇന്ന് സഭകളിൽ ലഭിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്ന എത്ര പേരുണ്ട്? അവരെ കുറിച്ചാണ് ദൈവം ഇന്ന് കൺസേൺഡ് ആയിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. എൻ്റെ പ്രിയരെ, ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ പൊന്നു കർത്താവേ, എനിക്കിതോർക്കുമ്പം നിന്റെ ന്യായപ്രമാണം അവരനുസരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും ജലനദികൾ ഒഴുകുന്നു. ഇപ്പം നമ്മൾ കരയേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രാധാന്യതയോടെ ദൈവനാമ മഹത്വത്തിന് കോട്ടം ഭവിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിനും അവൻ്റെ വചനത്തിനും ദൈവമക്കളുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ വരുമ്പം ഭക്തൻ കരയാൻ തുടങ്ങണം.
അവൻ്റെ കണ്ണിൽ നിന്നും കരച്ചിൽ വരണം, അവൻ്റെ ഹൃദയം തകരണം. അങ്ങനെയാ പഴയ നിയമ ഭക്തന്മാർ ചെയ്തത്. പഴയ നിയമത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് അവര് നെബൂഖദ്നേസർ രാജാവ് വന്നവരെ അവരുടെ മതിലിനെ തകർത്ത് അവരുടെ ആലയത്തെ നശിപ്പിച്ച് അവരുടെ മിടുക്കന്മാരെ എല്ലാം പിടിച്ചുകൊണ്ടങ്ങ് പോയി. ആ സന്ദർഭത്തിൽ കെബാർ നദിയുടെ തീരത്ത് യഹോവയുടെ പ്രവാചകനാകുന്ന യഹസ്കിയേലിന് ഒരു ദർശനം കിട്ടി. ആ ദർശനത്തിൽ കർത്താവ് ഈ ഭക്തനാകുന്ന പ്രവാചകനോട് ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ആ ഭാഗം വായിച്ചപ്പം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പെട്ടെന്നെടുത്തൊന്ന് വായിച്ചേ. ആ ആ ആ നോക്കുക, യഹോവ ഒരു ദൂതനോട് കൽപ്പിച്ചു, വാൾ അരയ്ക്ക് കെട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആരും കാണാതെ വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ അവിടെയുണ്ട്, ആർക്കും കാണത്തില്ല. മറ്റൊരു ദൂതനോട് പറഞ്ഞു, നീ ആദ്യം ഇവന്റെ മുൻപിൽ പോണം, പോയിട്ട് എനിക്കുള്ളവരെ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? അടയാളമിട്ട് വേർതിരിക്കുക. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് യെരുശലേമിൽ സംഭവിക്കുന്നതാണെങ്കിലും ഒന്ന്, സ്വർഗത്തിലെ ദൈവം ഇത് കാണുന്നു. അത് മാത്രമല്ല, ഒത്തിരി ദൂരെ ഇരിക്കുന്ന ഈ പ്രവാചകനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തെന്ന് പുറമേ ആർക്കും തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനോഭാവം എന്തെന്ന് മനസ്സിലാക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി ദൂരത്തിരുന്ന് നിരൂപണങ്ങളെ ഗ്രഹിക്കുന്നവന് അത് നന്നായിട്ടറിയാം ആർക്കാണ് മനോസ്താപമുള്ളതെന്നും ആർക്കാണ് കരച്ചിലുള്ളതെന്നും. പാപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കരയുവാൻ കഴിയുന്നത് ഏത് ഭക്തനാണെന്നും അറിയുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവം ഈ പ്രവാചകനോട് പറയുക, അവരെ മാർക്ക് ചെയ്ത് വേർതിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഇവിടെയുണ്ട്. ആത്മീക തകർച്ചയോടുള്ള, പാപത്തോടുള്ള മനോഭാവം എന്താണെന്ന് നന്നായി അറിയുന്ന ദൈവം ഇവിടെയുണ്ട്. ആർക്കും അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാം. അവിടെ ആ വിശുദ്ധന്മാരെ കുറിച്ച് പറയുക, ജനത്തിന്റെ ആ വലിയ മ്ലേച്ഛതയെ കണ്ടുകൊണ്ട് ഒരു കൂട്ടര് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊന്നറിയാം, എല്ലാ കാലങ്ങളിലും യഹോവയ്ക്ക് തൻ്റെ വിശുദ്ധന്മാരുണ്ട്. എല്ലാ കാലങ്ങളിലുമുണ്ട്, ഈ കാലത്തിലുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്ന വാക്കുകൾ നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിലെ 18-ഉം 19-ഉം വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചേ. യെസ്, നോക്കുക, പൗലോസ് പറയുകയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് എന്തോ പറഞ്ഞിട്ടുണ്ട്, അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായിട്ട് നടക്കുന്നു. എന്റെ പ്രിയരെ, ഇത് പൗലോസ് പറയുന്നത് പുറത്തുള്ളതാകുന്ന ആൾക്കാരെ കുറിച്ചല്ല. 3-ാം അധ്യായം ഫിലിപ്പി ലേഖനം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ദൈവസഭയിൽ വന്നിട്ട് പഥ്യോപദേശത്തെ പ്രസംഗിക്കാതെ
ജനത്തെ താൽക്കാലികമാകുന്ന വിഷയങ്ങളിലേക്ക് മറിച്ചു കളയുന്ന ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. ഞാൻ അങ്ങനെയാ പറയുന്നൊന്നൊന്ന് ശ്രദ്ധിച്ചേ. എന്തുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത്? 20-ാം വാക്യം ഒന്ന് വായിച്ചേ. സോറി, എൻ്റെ 19-ന്റെ സെക്കൻഡ് പാർട്ട്, 19-ാം വാക്യം തന്നെ. നോക്കുക, അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം എന്തുവാ? ഇപ്പം വയറ്റിലോട്ട് വല്ലതും ഇടുന്ന കാര്യത്തെ കുറിച്ചേ ഉള്ളൂ ഇവർക്ക് ചിന്ത. പിന്നെ ഒരു വടിയുടെ പൗലോസ് പറയുന്നു, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. പിന്നെ അടുത്ത വാക്ക്, അവര് അപ്പൊ ക്രൂശിന്റെ ശത്രുക്കൾ ആരാ? പൗലോസ് പറയുന്നു, ക്രൂശിന്റെ ശത്രുക്കൾ ഈ ഭൂമിയിലുള്ളതിലേക്ക്, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള വിഷയങ്ങളെ ചുറ്റിപ്പറ്റി മാത്രം നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കത്തക്ക നിലയിൽ ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാരാണ്? അവർ ക്രൂശിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നമ്മുടെ പൗരത്വം ഇവിടെ. അപ്പൊ നമ്മുടെ പൗരത്വം ഇവിടെ അല്ലെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ പറയുകയാണ്, അവരെ കുറിച്ച് ഓർക്കുമ്പം എനിക്ക് എന്തോ വരുന്നെന്നറിയാമോ? കരച്ചിൽ വരുന്നു. അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, കരഞ്ഞുകൊണ്ട് പറയുക. ഈ 3 കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചത് പൊതുവായ വിഷയങ്ങളും മറ്റുള്ളവരെ കുറിച്ചുമാണെങ്കിൽ, ഇനിയും ഞാൻ പറയുവാൻ പോകുന്ന വിഷയങ്ങൾ നമ്മളെക്കുറിച്ചുള്ള വിഷയങ്ങളാണ്. നമുക്ക് അവരെ കുറിച്ച് കരയണം, അതാവശ്യമാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കപ്പെടുന്നില്ലെന്ന് കാണുമ്പോൾ കരച്ചിലുണ്ടാകണം. വിഗ്രഹാരാധന ദൈവസഭയിൽ നടക്കുന്നെന്ന് മനസ്സിലാകുമ്പോൾ കരച്ചിലുണ്ടാകണം. ക്രൂശിന്റെ ശത്രുക്കളായിട്ട് ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ച് മാത്രം പറയുന്ന ഉപദേഷ്ടാക്കന്മാരെ കാണുമ്പോൾ തന്നെ കരയണം. എന്നാൽ അത് മാത്രമല്ല, നമ്മളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കരയാൻ തുടങ്ങണം. എസ്രായുടെ പുസ്തകത്തില് അതിന്റെ 10-ാം അധ്യായം 1-ാം വാക്യവും, നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗവും ഒന്ന് ദയവായിട്ട് പെട്ടെന്നൊന്ന് വായിക്കാമോ? നോക്കുക, എസ്ര എന്ത് ചെയ്തെന്നറിയാമോ? ദൈവാലയത്തിന്റെ മുൻപിൽ വീണിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. എന്താ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? ഏറ്റുപറയുക. എന്നിട്ട് പറയുക, അയ്യോ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും എന്ത് ചെയ്തു? പാപം ചെയ്തു. ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ പോലെ ദൈവത്തെ അന്വേഷിച്ചൊരു മനുഷ്യൻ ആ സമയത്തില്ല. നെഹമ്യാവുണ്ട് മറ്റൊരാളായിട്ട്, എന്നാൽ ചുരുക്കം ചിലരേ ഉള്ളൂ. ഈ മനുഷ്യൻ പറയുന്നതെന്നറിയാമോ? അവര് പാപം ചെയ്തെന്നല്ല, പിന്നെ ഞങ്ങൾ പാപം ചെയ്ത്. നെഹമ്യാവിന്റെ പുസ്തകത്തിലും അതിന്റെ 8-ാം അധ്യായം ഞാൻ പറഞ്ഞ വാക്യഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ജനമൊക്കെയും യഹോവയുടെ ന്യായപ്രമാണത്തിലെ വചനങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. യഹോവയുടെ ന്യായപ്രമാണം വായിച്ചു കേട്ടപ്പം അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം പറഞ്ഞു കൊടുപ്പാൻ എസ്രാ ശാസ്ത്രി മനസ്സുവെച്ചു. അത് പറഞ്ഞു കൊടുത്തു. ഇത് മനസ്സിലായപ്പം ജനം എന്ത് ചെയ്തെന്നറിയാമോ? കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രിയരെ, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? ഹല്ലേലൂയ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ മോചിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല, നാം നമ്മെ കുറിച്ച് മനസ്സിലാക്കുവാനായി ശ്രമിക്കണം. അതുകൊണ്ടാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 7:24
അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പൊ നമ്മെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്ന കാഴ്ചപ്പാടും തിരിച്ചറിവും ഉണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2 നിലകളിലുള്ള ദുഃഖങ്ങളുണ്ട്. ഒന്ന് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, മറ്റൊന്ന് ലോകത്തിന്റെ ദുഃഖം. കൊരിന്ത്യരുടെ 2-ാം ലേഖനം 7-ാം അധ്യായം 10-ാം വാക്യം ദയവായിട്ടൊന്ന് വായിക്കണം. ഈ 2 ദുഃഖങ്ങൾക്കും 2 ഫലങ്ങളുമുണ്ട്. വായിച്ചു. ആ നോക്കുക, ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖമുണ്ട്. അത് മാനസാന്തരമുണ്ടാക്കുന്നു, അത് രക്ഷയുണ്ടാക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം പിന്നീട്. മറ്റൊരു ദുഃഖമുണ്ട്. ഏത് ദുഃഖമാണെന്നറിയാമോ? ലോകത്തിന്റെ ദുഃഖം. ആ ദുഃഖം എന്താ ഉണ്ടാക്കും? മരണത്തെ ഉളവാക്കും. ആദ്യം നമുക്ക് ഈ ലോകത്തിന്റെ ദുഃഖത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ലോകത്തിന്റെ ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. യെസ് ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. നെക്സ്റ്റ്, ഇത് ചിലർ കാംക്ഷിച്ചിട്ട്. അപ്പോൾ ഒരു കാലത്ത് വിശ്വാസികളായിരുന്നു ആര്? ഈ കൂട്ടര്. ഇവരെന്ത് ചെയ്തു? ഈ മഞ്ഞളിക്കുന്ന ഈ ലോഹം, ഈ കളറുള്ള പേപ്പറും കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് പിന്നെ എന്തോ വേണ്ട? വിശ്വാസം. അങ്ങനാണോ എൻ്റെ പ്രിയരെ അവിടെ എഴുതിയേക്കുന്നത്? വിശ്വാസം വിട്ടുഴന്നു. വിശ്വാസം വിട്ടുഴന്നിട്ട് അവരെന്തിന് അധീനനായി തീർന്നു? അതുകൊണ്ടാണ് വല്ല വിധേനയും ധനികനാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ എപ്പോഴും അവൻ ദുഃഖത്തില്ല, അവനൊരു സന്തോഷവുമില്ല. ഇതിന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ധനസമ്പാദനം ഏറ്റവും വലിയ കാര്യമായി കരുതി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ അത് സന്തോഷമല്ല അവസാനം തരാൻ പോകുന്നത്, ദുഃഖമാണ്. എൻ്റെ പ്രിയരെ, എനിക്ക് പല ഉദാഹരണങ്ങൾ തരാനായിട്ട് കഴിയും, ശരിക്കുള്ള ഉദാഹരണങ്ങൾ. എനിക്ക് പക്ഷെ അത് പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഞാൻ പറയാം. അതിനു മുൻപ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അന്വർത്ഥമായത്, യാഥാർത്ഥ്യമായത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ പറയുന്നത്, അതെ, യൂദാ ഇസ്കരിയോത്താവിനെ കുറിച്ചാണ് പറയുന്നത്. യൂദാ ഇസ്കരിയോത്താവ് കർത്താവിനെ കാണിച്ചു കൊടുത്തു. 30 വെള്ളിക്കാശിന് കാണിച്ചു കൊടുത്തപ്പം എൻ്റെ ചിന്ത ഞാനങ്ങ് പറയാം. യൂദാ ഓർത്തിരുന്നത് യേശുവിനെ ഇതിനു മുൻപ് എത്ര പ്രാവശ്യം അവർ പിടിക്കാൻ വന്നതാ. ഒരു സമയത്ത് പട്ടണം പണിതിരുന്ന മലയുടെ മുകളിൽ കൊണ്ടുവന്നേച്ച് തള്ളിയിടാൻ നോക്കി. പക്ഷേ യേശു അവരുടെ നടുവിൽ കൂടെ എന്ത് ചെയ്തു? കടന്നുപോയി.
അപ്പൊ യൂദ ന്യായമായും ചിന്തിച്ചത്, എൻ്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്, കാരണം അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറയുന്ന ചിന്ത ശരിയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കും ചിന്തിപ്പാൻ കഴിയും. അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല, എൻ്റെ ചിന്തയാണ് പറയുന്നത്, പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. യൂദ ചിന്തിച്ചത് ഇങ്ങനെ ആകാനാ സാധ്യത. അതായത് എൻ്റെ പോക്കറ്റ് ചില്ലറയും വീഴും, പിന്നെ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അത്ഭുതങ്ങളൊക്കെ കാണിച്ച് അവരുടെ നടുവിൽ കൂടെ പോകും, ആരും അറിയത്തുമില്ല. ഇതായിരിക്കാം യൂദ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയേക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് അങ്ങനെയാണെന്ന് പറയുകയല്ല, നിങ്ങൾക്കത് എടുക്കാം അല്ലെങ്കിൽ വിടാം, അത് വിഷയമല്ല. പക്ഷെ അവിടെ എഴുതിയേക്കുന്ന ഇങ്ങനെ, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവൻ കണ്ടപ്പോൾ. അപ്പൊ അവൻ പ്രതീക്ഷിച്ചില്ല എന്ന് വേണം അവിടെ നിന്ന് ഗ്രഹിപ്പാൻ. എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടേച്ച് കഴുത്തെ കയറിട്ട് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. തിമോഥെയോസിന്റെ ലേഖനത്തിലെ വാക്യം മറക്കരുത്. ഇത് ചിലർ കാംക്ഷിച്ചിട്ട്, ആദ്യത്തെ പടി അത് കാംക്ഷിച്ചു. അടുത്ത സ്റ്റെപ്പ് വിശ്വാസം എന്ത് ചെയ്തു? വിട്ടുഴന്നു. ഇത് കാംക്ഷിക്കാൻ തുടങ്ങിയാൽ വിശ്വാസത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരു മടിയും ഉണ്ടാകുകയില്ല. മാത്രമല്ല, ഒരു പ്രാവശ്യം മനസാക്ഷിയെ മറികടന്നു പോയാൽ പിന്നെ എന്തോ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ, എന്തോ ചെയ്യാനും എളുപ്പമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ബഹുവിധ ദുഃഖങ്ങൾക്ക്. എന്നാൽ യൂദായുടെ ദുഃഖം എന്തായിരുന്നെന്നറിയാമോ? ലോകത്തിന്റെ ദുഃഖമായിരുന്നു. അവൻ അനുതാപമല്ലായിരുന്നു, അവന് റിമോൾസ് ആയിരുന്നു. റിമോൾസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? റിമോൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം, തന്നോട് തന്നെ സെൽഫ് പിറ്റി, അതിനാ റിമോൾസ് എന്ന് പറയുന്നു. അത് നിറഞ്ഞിട്ട് എന്ത് ചെയ്തു? കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. എന്നാൽ വേറൊരുത്തനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു ശിഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ അടുക്കൽ വന്ന എല്ലാവരും, ഇവനും ഗലീലക്കാരനല്ലയോ, ഇവനും അവരുടെ കൂട്ടത്തിലുള്ളവനല്ലയോ എന്നൊക്കെ പറഞ്ഞപ്പം പത്രോസ് ശ്ലീഹ എന്നാ പറഞ്ഞത്? അയ്യോ, ഇവനെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞ് he called down curses on himself എന്ന ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. അവൻ പ്രാകാൻ തുടങ്ങി എന്നാ എഴുതിയേക്കുന്നത്. എന്നാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പം യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ഉടനെ ഓർത്തു, നീ കോഴി കൂകുന്നതിന് മുൻപ് 3 വട്ടം തള്ളിപ്പറയുമെന്ന വാക്കോർത്ത് കഴിഞ്ഞപ്പം അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പ്രിയമുള്ളവരെ, ഈ 2 കരച്ചിലിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, ലോകപ്രകാരമുള്ള ദുഃഖം, അത് മരണത്തെ ഉളവാക്കി. മറ്റേത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, അത് മാനസാന്തരത്തെ ഉളവാക്കി. ഏതാ നമുക്ക് വേണ്ടിയെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. മറ്റൊരു ഉദാഹരണം കൂടെ ദൈവവചനത്തിൽ ഞാൻ പെട്ടെന്ന് തരട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. ഇസഹാക്കിന്റെ മക്കളാകുന്ന യാക്കോബിനെ കുറിച്ചും ഏശാവിനെ കുറിച്ചുമുള്ള ചരിത്രം പറയുമ്പോൾ ഏശാവിനെ കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വിവരിക്കുക. പറഞ്ഞു, നോക്കുക, ഇവൻ എന്ത് ചെയ്തു? കണ്ണുനീരോടെ എന്ത് ചെയ്തു? അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് അവൻ എന്ത് ചെയ്തില്ല? ഇടകണ്ടില്ല. ഇതിന്റെ കാരണം എന്താ? യൂദയും കണ്ണുനീരോടുകൂടെയാ കഴുത്തെ കയറെടുത്തിട്ടത്, പക്ഷെ മാനസാന്തരപ്പെട്ടില്ല. എന്താ പറ്റിയത്? അതിന്റെ കാരണം ഞാൻ പറയാം. ലോകപ്രകാരമുള്ള ദുഃഖവും
ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുമ്പോൾ തന്നെ ഒരു വേദന ഉണ്ടാകും. അനുതപിപ്പാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് തരും. അന്നേരം അനുതപിച്ചാൽ നല്ലത്. എന്നാൽ അനുതപിക്കാതെ മുൻപോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പിന്നെ അനുതപിക്കാൻ കഴിയാത്ത ഒരു ഭീകരമാകുന്ന അവസ്ഥയിലേക്ക് നാം ചെന്നുവിടും. അത് ഭയാനകമാണ്. ദൈവവചനം കേട്ടാൽ വിറയ്ക്കാൻ കഴിയുന്നെങ്കിൽ, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നെന്ന് തോന്നുന്നെങ്കിൽ, കരയുവാൻ കഴിയുന്നെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. എന്നാൽ മാറാൻ മനസ്സില്ലെങ്കിൽ, മാനസാന്തരപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, യേശാവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: He was more concerned about the immediate than the ultimate. 25-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം 31 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എടുത്ത് വായിക്കേണ്ട, നമുക്കറിയാം ആ സംഭവം. എന്നാൽ അവസാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ. ഏറ്റവും അവസാനത്തെ ആ വാക്യം ഒന്ന് വായിച്ചേ. നോക്കുക, ഇങ്ങനെ ഏശാവ് പായസം കുടിച്ചത് മാത്രമല്ല പാപം, അതൊരു ആക്ഷനാ. മനസ്സിലാക്കണേ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ആക്ഷനാണ് വലിയ പാപം. അല്ല, അതിനേക്കാളും ഈ പ്രവൃത്തിക്ക് കാരണമായി തീർന്ന മനോഭാവമാണ് പാപം. അപ്പൊ ശ്രദ്ധിക്കണം, പ്രവൃത്തിക്ക് കാരണമാകുന്ന മനോഭാവം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ദൈവസന്നിധാനത്തിൽ വലിയ തെറ്റാ. നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഇങ്ങനെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. പായസം കുടിച്ചതല്ല വിഷയം അവിടെ. He despised his birthright. ഡിസ്പൈസ് ചെയ്തു. ദൈവത്തിന്റെ വചനത്തിൽ സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ഇപ്പോൾ അനുതപിക്കുവാൻ, കരയുവാൻ, തകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിലരിവിടെയുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഞാൻ ഇനിയും പറയുവാൻ പോകുന്ന ഉദാഹരണം എനിക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ട് പറയല്ല. എനിക്കത് പറയാനൊട്ടും ഇഷ്ടമില്ല. എൻ്റെ കൊച്ചു ശുശ്രൂഷ ജീവിതത്തിൽ എന്നെക്കാളും വളരെ പ്രായമുള്ളവർ ഒത്തിരി കാര്യങ്ങൾ എന്നോട് കൺഫൈഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത്, എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പ്രിയപ്പെട്ടവന് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒത്തിരി സമ്പത്തുണ്ട്. വെറുതെ വീട്ടിലിരുന്നാൽ മാസം 4 ലക്ഷത്തിൽ കുറയാത്ത ഇന്ത്യൻ മണി വെറുതെ വീട്ടിൽ വരും. വലിയ മഹാനഗരത്തിലുള്ള പ്രൈം പ്ലേസുകളിൽ ഷോപ്പുകൾ വാടകയ്ക്ക് കൊടുത്തേക്കാം. വെറുതെ പണം വരുന്നു, വെറുതെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഒരു ഭവൻ. ഞങ്ങൾ പലപ്പോഴും അവിടെ ചെന്നിട്ടുള്ളപ്പം അവിടുത്തെ കുഞ്ഞിനെ കുറിച്ച് പറയും, അയ്യോ അവൻ പ്ലേ സ്റ്റേഷന്റെ അഡിക്റ്റാ, പാസ്റ്ററെ അവനെ ഒന്ന് ഉപദേശിക്കണേ. പക്ഷെ അവനെ കണ്ടുകിട്ടത്തില്ല.
എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞാനൊരു കാര്യം പറയാം, എനിക്കിത് പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ലേ ഞാൻ പറയുന്നത്. അതിന് ചില വർഷങ്ങൾക്ക് മുൻപ് ആ കുഞ്ഞിനെ നന്നാക്കി എടുക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ സൺഡേ സ്കൂളിന് വിട എന്ന് ഉപദേശിച്ച് പറയുമ്പം അവർ പറയും, ഇന്നലെ കുഞ്ഞ് ട്യൂഷന് പോയിട്ട് ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് അവൻ കിടന്ന് ഉറങ്ങുക. എന്നാ ഇപ്പം ദുഃഖിക്കുകയാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദുഃഖിക്കേണ്ട സമയത്ത് ദുഃഖിക്കണം. ഗാഡ്ലി സോറോയുടെ പ്രത്യേകത, ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിന്റെ പ്രത്യേകത, അവസരങ്ങൾ ലഭിക്കുമ്പോൾ ദുഃഖിപ്പാനായിട്ട് കഴിയുമെന്നുള്ളതാ. കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ വലിയ ട്യൂഷനെല്ലാം കൊടുത്ത്, എന്നിട്ടും 12th വളരെ കഷ്ടിച്ചാ പാസ്സായത്, കടന്നത്. എന്നാൽ ട്യൂഷൻ കൊടുക്കാതെ സൺഡേ സ്കൂളിന് വന്ന പല കുഞ്ഞുങ്ങളും ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായി. അതും അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഞാനിത് വ്യക്തമാക്കുന്നില്ല, കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബോംബെയിൽ നിന്നുള്ള ചില സഹോദരന്മാരൊക്കെ ഉണ്ട്, അവർക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരും. അതുകൊണ്ട് ഞാൻ എങ്ങും തൊടാതെ പറയുകയാണ്. എന്ത് സംഭവിച്ചെന്നറിയാമോ? വലിയ ഡൊണേഷൻ കൊടുത്തു, കാരണം പൈസ ഉണ്ടായിരുന്നു. അഡ്മിഷൻ മേടിച്ചു. പക്ഷെങ്കിൽ ഇന്നും ആ കോഴ്സ് പാസ്സായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നേരെ മറിച്ച് ദുഃഖിക്കേണ്ട സമയത്ത് ദുഃഖിക്കാതെ ഇപ്പം ദുഃഖിക്കുന്നു, ഇപ്പൊ കരയെന്ന് പറഞ്ഞാലും കഴിഞ്ഞാൽ പലപ്പോഴും പ്രയോജനം ഉണ്ടാകത്തില്ല. ഏശാവിന് അതാ സംഭവിച്ചത്. അവൻ പിന്നത്തേതിൽ എന്തോ ചെയ്തു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചെങ്കിലും മാനസാന്തരത്തിന് ഇടകണ്ടില്ല. ലോകപ്രകാരമുള്ള ദുഃഖം ദൈവഹിതപ്രകാരമുള്ളതാകുന്ന ദുഃഖം. എൻ്റെ പ്രിയരെ, വാസ്തവമായിട്ടും ദൈവഹിതപ്രകാരം നമുക്ക് ദുഃഖിപ്പാനായിട്ട് കഴിയണം. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് പൗലോസ്ലീഹ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് കൊരിന്ത്യരുടെ ആ 2-ാം ലേഖനം 7-ാം അധ്യായം ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ അതിൻ്റെ 7-ാം അധ്യായം 7 മുതൽ നമ്മൾ വായിച്ചു നോക്കിയാൽ, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ പറയുന്നതാകുന്ന ഒരു കാര്യം, നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ട് ഞാൻ എന്തോ ചെയ്യുക, ഇപ്പം ഞാൻ സന്തോഷിക്കുകയാണ്. ഇതന്നെ ഈ പറയുന്നത്. ഈ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ ഞാൻ ദുഃഖിപ്പിച്ചായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, സന്തോഷിക്കുക. എന്നാ ഈ പറയുന്നേ? അതിനെ താൻ വിശദീകരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ദുഃഖം തോന്നുന്ന നിലയിലാണ് ഞാൻ നിങ്ങൾക്ക് ലേഖനം എഴുതുന്നത്. പക്ഷെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം വരുത്തിയെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, സന്തോഷിക്കുക. എൻ്റെ പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇനിയും പറയാൻ പോകുന്ന വിഷയവും എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഫസ്റ്റ് ഹാൻഡായിട്ട് അഭിമുഖീകരിച്ച വിഷയമാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവിടെ കടന്നു ചെന്ന് ദൈവവചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ അവിടുത്തെ പാസ്റ്റർ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. എന്നാ വിഷയം മറ്റൊന്നുമല്ല, പാസ്റ്റർ ഇന്നലെ പറഞ്ഞ കാര്യം ഇവിടെ ഒരു അച്ചായൻ പറയുന്നത് ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് പാസ്റ്റർ അത് പറഞ്ഞതാണെന്നാ പറയുന്നേ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ദൈവത്തിനറിയാം, ആ കർത്താവിൻ്റെ ദാസൻ ഒരു കാര്യവും എന്നോട് പറഞ്ഞ കാര്യമല്ല. ആ മനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു. എനിക്കൊന്നും അറിയാത്ത ഒരു കാര്യം. പക്ഷെ ആ മനുഷ്യന് കുത്തുകൊണ്ടു. പക്ഷെ ആ മനുഷ്യൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? അവിടെയുള്ള ഉപദേശി പറഞ്ഞതെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചെന്ന്. എന്ത് സംഭവിച്ചെന്നറിയാമോ?
ഈ സംഭവത്തിന്റെ ശേഷം 3 വർഷത്തിനുള്ളിൽ ഈ പ്രിയ സഹോദരനെ സഭയിൽ നിന്ന് മുടക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഈ പറയുന്നത് വസ്തുതയാണ്. എൻ്റെ പ്രിയരെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അതിൻ്റെ താല്പര്യം എന്തെന്നറിയാമോ? ദൈവവചനം മുറിപ്പെടുത്തുന്നുവെങ്കിൽ അതിനുവേണ്ടി ദൈവം അയച്ചതാകുന്ന വക്താവിനെ ദ്വേഷിക്കുകയല്ല വേണ്ടത്. ദൈവവചനം കുത്തി മുറിവേൽപ്പിക്കുന്നെങ്കിൽ മാനസാന്തരപ്പെടുകയാ നല്ലത്. അല്ലെങ്കിൽ അത് നാശമുളവാക്കും. പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ. എന്നാ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചു, എന്നാ ഞാൻ സന്തോഷിക്കുകയാണ്. സന്തോഷിക്കാനുള്ള കാരണം എന്താ? സന്തോഷിക്കാനുള്ള കാരണം നിങ്ങൾ മാനസാന്തരപ്പെട്ടു. അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. മലയാളത്തിലെ ആ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ആശയം നമുക്ക് തരുന്നില്ല. എന്നാൽ NIV വളരെ മനോഹരമാണ്. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? വേഴ്സ് 10. Godly sorrow brings. നോക്കുക, godly sorrow, what does it do? That leads to salvation and leaves no regret. അനുതാപം വരാത്ത മാനസാന്തരം ഉളവാക്കും എന്ന് പറഞ്ഞാൽ, ദൈവവചനം കേട്ട് അനുതപിച്ച് മാനസാന്തരപ്പെട്ട ആരും ജോയിൽ ഇവിടെ വന്നിരിക്കും. ദൈവവചനം കേട്ട് അനുതപിച്ച് മാനസാന്തരപ്പെട്ട ആരും ഇന്ന് വരെ ദുഃഖിച്ചിട്ടില്ല. ഞാൻ മാനസാന്തരപ്പെട്ടല്ലോ എന്നോർത്ത് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതാ പൗലോസ് പറയുന്നത്. അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പിന്നീട് ദുഃഖിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തത് തെറ്റായി പോയെന്ന്. എന്നാ ഞാൻ പറയാം, ഈ പുസ്തകത്തിൽ നിന്ന് കേട്ടത്, അത് കേട്ടിട്ട് ദൈവമായ എന്നോട് പറഞ്ഞെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നെടുമ്പാട് വീണ ഒരു വ്യക്തിയും ഇന്നു വരെ പറഞ്ഞിട്ടില്ല അത് തെറ്റായി പോയെന്ന്. അതാ പൗലോസ് പറയുന്നത്. അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായിട്ട് ഉളവാക്കുന്നു. അങ്ങനെ ദൈവഹിതപ്രകാരം ദുഃഖിച്ചത് കൊണ്ട് എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി? നമ്മൾ വായിക്കുന്നത്, ദൈവഹിതപ്രകാരം ദുഃഖിച്ചത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടായി. 1, 11 വാക്യം, ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം ഉത്സാഹമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ ഉണ്ടാക്കിയേച്ച് പോകുകയല്ലായിരുന്നു ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. പണ്ടൊരു സഹോദരി ഇങ്ങനെ പറഞ്ഞു, ആ ഉപദേശിയുടെ പ്രസംഗം ഭയങ്കര പ്രസംഗമായിരുന്നു. ഞാൻ അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങ് കരയുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പം ഹസ്ബൻഡ് ചോദിച്ചു, എന്നാ പ്രസംഗിച്ചത്? അതെന്നാന്ന് എനിക്കറിയത്തില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആദ്യം തൊട്ട് ഒടുക്കം വരെ ആനന്ദമായിരുന്നു. എന്നാൽ കൊരിന്തിലുള്ള ഈ വിശുദ്ധന്മാര് ദൈവഹിതപ്രകാരം ദുഃഖിച്ചു കഴിഞ്ഞപ്പം എന്തോ ഉണ്ടായി? ആദ്യം ഉത്സാഹമുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് തരുന്ന ആ കുത്തി മുറിവേൽപ്പിക്കുന്ന, ബോധ്യം തരുന്ന, കുറ്റബോധം തരുന്ന ഒരു കാര്യവും വൃഥാവല്ല. അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങും നാളെ മുതൽ. കഴിഞ്ഞ ദിവസം ആ കർത്താവിൻ്റെ ദാസൻ ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞ ഉദാഹരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഭയങ്കര ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് മെസ്സേജ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാ, ആരാണ്ടൊരു സഹോദരി പറഞ്ഞു, ഞാൻ 3 മണിക്കൂറൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, പക്ഷേ അതൊക്കെ നടക്കുമോ, ഈ 3 മണിക്കൂറൊക്കെ ഇരുന്ന് നടക്കുമോ? അപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, അതിപ്പം നമുക്ക് വെരിഫൈ ചെയ്യാൻ മാർഗമൊന്നുമില്ല. 3 മണിക്കൂർ ആ പുള്ളിക്കാരി പ്രാർത്ഥിക്കുമോ എന്നുള്ളതൊന്നും അത് നോക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, കാരണം അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? പക്ഷേ 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് ആ സഹോദരിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് വെരിഫൈ ചെയ്യാനൊക്കെയല്ല, പക്ഷെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആളാണോ എന്നുള്ളത് പെരുമാറ്റം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, പൗലോസ് പറയുകയാണ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഒന്ന് നിങ്ങളിൽ എന്തോ ഉണ്ടാക്കി? ഉത്സാഹമുണ്ടാക്കി. അപ്പൊ നമ്മള് കൂട്ടായ്മകളെ ഉപേക്ഷയായി വിചാരിച്ച് ദൈവവചനത്തെ പുറകിലെറിഞ്ഞ് നമ്മളിങ്ങനെ പോകുക. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുമ്പം അത് കൊള്ളാരുന്നു പ്രസംഗമെന്ന് നമ്മൾ പറയും. പക്ഷെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തെങ്കിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിലെ ഉത്സാഹം കൊണ്ടത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ 2 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കാനും സൗകര്യം ഉണ്ടായിട്ടും എത്ര പേര് വന്നു ദൈവത്തിനറിയാം. എൻ്റെ പ്രിയരെ, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഒന്ന് നിങ്ങളിൽ എന്തോ ഉണ്ടാക്കും? ഉത്സാഹം ഉണ്ടാക്കും. അടുത്ത വാക്യം, എത്ര പ്രതിപാദം. ഇംഗ്ലീഷ്, മലയാളത്തിൽ എഴുതിയേക്കുന്ന ആ വാക്കുകളൊക്കെ അതിൻ്റെ കറക്റ്റ് മീനിങ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കി. ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ കുഞ്ഞെ? Yeah. See what this godly sorrow has produced in you. It produced certain fruits in you. What? What earnestness? What eagerness to see justice done. And next. What indignation. നോക്കുക, അഭക്തമാകുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര നീരസം, ഉത്സാഹം, ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയെന്ന് സാരം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടായി കഴിഞ്ഞപ്പോൾ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഒരു ഭക്തന്റെ പേഴ്സണൽ ജേർണൽ ഞാൻ വായിച്ചതോർക്കുന്നു. ആ ഭക്തൻ 18-ാം നൂറ്റാണ്ടിൽ ഇക്കഡോറിൽ മിഷണറിയായി പോയ ഡേവിഡ് ബ്രെയിനാർഡ് 29-ാമത്തെ വയസ്സിൽ മലേറിയ പിടിച്ച് മരിച്ചുപോയി. ഒരു ദിവസം 1740 ഒക്ടോബർ 18-ാം തീയതി ഡേറ്റ് ഇട്ട് തൻ്റെ പേഴ്സണൽ ജേർണലിൽ എഴുതി വെച്ചിരുന്ന കാര്യം ഞാൻ വായിച്ചത് ഞാൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്: In my morning devotions, my soul was exceedingly melted and bitterly mourned over my exceeding sinfulness and vileness. ഈ ഭക്തൻ പറയുകയാണ്, രാവിലെ ദൈവവചനവുമായിട്ട് ഞാൻ ഇരുന്നപ്പം എൻ്റെ പാപത്തിൻ്റെ ബഹുത്വത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പം ഞാൻ വളരെ കൈപ്പോടെ കരഞ്ഞു. ആരാ എഴുതിയെന്നറിയാമോ? നാടും വീടും എല്ലാം വിട്ടേച്ച് ഇംഗ്ലണ്ടിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ ഇക്കഡോറിൽ അവിടെയുള്ള ആദിവാസികളുടെ ഇടയിൽ ചെന്ന് സുവിശേഷ വേല ചെയ്യാൻ പോയ 29-ാം വയസ്സിൽ മലേറിയ പിടിച്ച് മരിച്ചുപോയ ഈ ഭക്തൻ പറയുക, ഈ പ്രഭാതത്തിലും എൻ്റെ പാപത്തെ കുറിച്ച് ഓർത്തപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു, ഞാൻ നിലവിളിച്ചു എന്ന് താൻ എഴുതി വെച്ചേക്കുക. ഈ കണ്ണുനീരാണ് ദൈവം തൻ്റെ തുരുത്തിയിലാക്കി വെക്കാൻ പോകുന്നത് കേട്ടോ. വെറുതെയുള്ള നമ്മുടേതാകുന്ന പെറ്റി ഇഷ്യൂസിനെ കുറിച്ച് നാം വ്യാകുലപ്പെട്ട് കരയുന്നതല്ല കർത്താവിൻ്റെ തുരുത്തിയിൽ, അവൻ്റെ സ്ക്രോളിൽ ദൈവം എഴുതി വെക്കുന്നത്. പിന്നെയോ, ദൈവഹിതപ്രകാരം നീ ദുഃഖിച്ചെങ്കിൽ അത് ആ സ്ക്രോളിലുണ്ട്, ആ തുരുത്തിയിലുണ്ട്. നാം അത് മറന്നു പോകരുത്. ഇന്നത്തെ പകൽ സമയം ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം.
ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ആശ്വാസം പ്രാപിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മിശിഹായുടെ ഏറ്റവും വലിയ ആ വാഗ്ദത്തം, മിശിഹായെ കുറിച്ചുള്ള വാഗ്ദത്തം കൊടുക്കുമ്പോൾ പഴയ നിയമത്തിൽ 61-ാം അധ്യായം യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അവൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കും, തകർന്നിരിക്കുന്ന ഹൃദയങ്ങളുടെ മുറിവിനെ അവൻ കെട്ടും. 40-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവീൻ, ആശ്വസിപ്പിക്കുവീൻ എന്ന് യഹോവയാകുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു 2-ാം അധ്യായത്തിൽ ഒരു ശിമോനെ കുറിച്ച് പറയുന്നു, അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു. അങ്ങനെയെങ്കിൽ ആശ്വാസം തരുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ കർത്താവ്. എന്താശ്വാസമാ ലഭിക്കുന്നത് ഈ ഭൂമിയിൽ? ഈ ഭൂമിയിൽ ലഭിക്കുന്ന ആശ്വാസം എന്തെന്ന് ഞാൻ പറയാം. നമ്മുടെ പാപങ്ങളെ കുറിച്ച്, അശുദ്ധികളെ കുറിച്ച് ബോധ്യമുള്ളപ്പോൾ പാപക്ഷമയെന്നുള്ള ആശ്വാസം നമുക്ക് ലഭിക്കും. യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ എന്ന ആശ്വാസം നമുക്ക് ലഭിക്കും. നീതീകരണം എന്ന ആശ്വാസം നമുക്ക് ലഭിക്കും. ദൈവസന്നിധാനത്തിൽ പ്രാഗൽഭ്യം എന്ന ആശ്വാസം നമുക്ക് ലഭിക്കും. ആർക്കെന്നറിയാമോ? ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. ആത്യന്തികമായിട്ട് മറ്റൊരാശ്വാസം അത് പൂർണ്ണമായും ലഭിക്കും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ദൈവം താൻ അവരുടെ കണ്ണുനീരെല്ലാം കണ്ണുകളിൽ നിന്ന് തുടച്ചു കളയും. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് ഇനിയും കണ്ണുനീരില്ല, ഇനിയും ദുഃഖമില്ല, നിത്യമാകുന്ന ആശ്വാസം ലഭിക്കും. എന്നാൽ ഇവിടെ ലഭിക്കുന്ന ആശ്വാസം എന്തെന്നറിയാമോ? ഒരു ശുദ്ധമാകുന്ന മനസാക്ഷി എന്ന ആശ്വാസം, നീതീകരണം പ്രാപിച്ചതാകുന്ന ആ ധൈര്യം, പാപം എന്നോട് കർത്താവ് ക്ഷമിച്ചെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. എൻ്റെ വഴിപിഴച്ച പോക്കുകളും എൻ്റെ പിന്മാറ്റ അവസ്ഥകളും എൻ്റെ പൊന്നു കർത്താവിനോട് ക്ഷമിച്ചെന്നുള്ള ആശ്വാസം ലഭിക്കുന്നത് ദുഃഖിക്കുന്നവർക്കാണാകയാൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ തിരുസാന്നിധ്യത്താൽ, അവിടുത്തെ ആത്മാവിനാൽ നമ്മോട് ദൈവം സംസാരിച്ചുവെങ്കിൽ ഒരു നിമിഷം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ അത് ഫലമുണ്ടാക്കണം. ഹല്ലേലൂയ. നാം പുറത്തു പോകുമ്പോൾ പിശാചിനെ കൊത്തിയെടുത്ത് കളയുവാനിടയാകരുത്. ഇത് നല്ല ഫലം കായ്ക്കണം. എൻ്റെ പൊന്നു കർത്താവേ, നിന്റെ ദൂത് എന്നെ കേൾപ്പിച്ചത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. നിന്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നീ ആഗ്രഹിക്കുന്ന ഫലമുണ്ടാക്കേണ്ടതിനായി ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ. എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയില്ല കർത്താവേ. നിന്റെ മുൻപിൽ അടിയനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ മാനസികമാകുന്ന പിന്മാറ്റത്തെ ക്ഷമിക്കണമേ, എൻ്റെ ഉത്സാഹമില്ലായ്മയെ ക്ഷമിക്കണമേ, നിന്റെ വചനത്തെ കുറിച്ചുള്ള എരിവില്ലായ്മയെ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയവും ദൈവസന്നിധാനത്തിൽ പകരപ്പെടട്ടെ, എല്ലാ ഹൃദയവും ദൈവസന്നിധാനത്തിൽ പകരപ്പെടട്ടെ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളിൽ വാസ്തവമായിട്ടും തൊടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് കരുണ തോന്നി നമ്മോട് സംസാരിക്കുന്നതാകിയാൽ ദൈവവചനത്തിൻ്റെ മുൻപാകെ വാസ്തവമാകുന്ന ആശ്വാസം ലഭിക്കാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.